الحمد لله وحده والصلاة والسلام على من لا نبي بعده. صحيح الترغيب والترهيب الكتاب الصلاة الترغيب في انتظار الصلاة بعد الصلاة. ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യവും അതിന് പ്രോത്സാഹനം നൽകുന്ന ഹദീസുകളിൽ അടുത്തത് വൻ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമാ ഖാല, അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, സല്ലൈന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മഗ്രിബ. ഒരു ദിവസം ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മഗ്രിബ് നിസ്കരിച്ചു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിന്ന് പിന്നെ ജമാഅത്ത് നിസ്കരിച്ചു. ഫറജഅ മൻ റജഅ വഅഖബ മൻ അഖബ. അങ്ങനെ ചില ആളുകൾ അവർ തിരിച്ച് വീട്ടിലേക്കും മറ്റ് അവരുടെ തിരക്കുകളിലേക്കും മടങ്ങിപ്പോയി. ചില ആളുകൾ മസ്ജിദിൽ തന്നെ ഇരുന്നു. ഇശ കഴിഞ്ഞിട്ട് പോകാൻ എന്ന നിലക്ക് മസ്ജിദിൽ തന്നെ തങ്ങി. ഫജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്രിഅൻ ഖദ് ഹഫസഹു അൻ-നഫസു ഖദ് ഹസറ അൻ റുക്ബതൈഹി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദിലേക്ക് വളരെ ധൃതിപ്പെട്ട് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിതക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ധൃതിപ്പെട്ട് വന്നതിൽ വസ്ത്രം മുട്ടുവരെ ഉയർന്നിട്ടുള്ള അവസ്ഥയിൽ ഓടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ശിറൂ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. അഥവാ മസ്ജിദിൽ ഇരിക്കുന്ന ആളുകൾക്ക്, ഇശാ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഹാദാ റബ്ബുക്കും ഖദ് ഫതഹ ബാബൻ മിൻ അബ്വാബിസ് സമാ. ഇതാ നിങ്ങളുടെ റബ്ബ് ആകാശലോകത്ത് ഒരു കവാടം തുറന്നിരിക്കുന്നു. യുബാഹി ബിക്കുമുൽ മലായിക, എന്നിട്ട് അതാ മലക്കുകളുടെ അടുക്കൽ പെരുമ കൊള്ളുന്നു. യഖൂൽ, എന്നിട്ട് പറയുന്നു മലക്കുകളോട്, ഉൻദുറൂ ഇലാ ഇബാദി, എൻ്റെ ഈ അടിമകളിലേക്ക് നോക്ക്. ഖദ് ഖളൗ ഫരീളതൻ, അവരതാ അവരുടെ മേലെ നിർബന്ധമായ ഒരു നിസ്കാരം നിർവഹിച്ചു. വഹും യൻതദിറൂന ഉഖ്റാ, അടുത്തതിനെ അവർ പ്രതീക്ഷിച്ചിരിക്കുന്നു, കാത്തിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് വിളിച്ചു പറയുമെന്നാണ്, പെരുമ കൊണ്ട് വിളിച്ചു പറയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അപ്പോൾ ഏത് നിസ്കാരവും ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അതിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കഴിയുന്നത് ഇശായിനെ കാത്തുനിൽക്കലായിരിക്കും. മഗ്രിബിന് ശേഷം ഇശായിനെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. വേറെ പല ജോലിയോ മറ്റുള്ള തിരക്കുകളൊക്കെ ആളുകളാണ്. അപ്പോൾ ഏതൊരു ആൾക്കും എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യം എന്താണ്? മഗ്രിബിന് ശേഷം ഇശായിനെ പ്രതീക്ഷിച്ചിരിക്കുക, മസ്ജിദിൽ കാത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ അടുക്കൽ ഇങ്ങനെ പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുക. അപ്പോൾ ഇതുപോലെ നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കാൻ സാധിക്കുന്ന സമയങ്ങൾ, അങ്ങനെ ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. وعن أبي أمامة رضي الله عنه أن رسول الله صلى الله عليه وسلم قال وصلاة في أثر صلاة لا لغو بينهما കിതാബുൻ ഫി ഇല്ലിയീൻ. ഒരു നിസ്കാരത്തിൻ്റെ തുടർച്ചയായിക്കൊണ്ട് അടുത്ത നിസ്കാരം, അങ്ങനെ അതിൻ്റെ ഇടയിൽ മോശപ്പെട്ട ഒരു വാക്കോ ഒരു ഗീബത്തോ ഒരു കളവോ ഒരു നമീമത്തോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രവർത്തനങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരാൾ ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തെ കാത്തിരിക്കുകയാണെങ്കിൽ കിതാബുൻ ഫി ഇല്ലിയീൻ, ഇല്ലിയീൻ എന്നുള്ള സൽക്കർമ്മങ്ങളും അതുപോലെ ഉന്നതമായ കാര്യങ്ങളും രേഖപ്പെടുത്തുന്ന കിതാബിൽ മലക്കുകൾ അവൻ്റെ പേര് രേഖപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഈ ഹദീസിനെ രണ്ട് രീതിയിലാണ് ഉലമാക്കൾ വിശദീകരിച്ചത്. ഒന്ന്, ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം വരെ മസ്ജിദിൽ തന്നെ കാത്തുനിന്ന് അനാവശ്യ സംസാരങ്ങളിലേക്കും മറ്റുമൊന്നും പോകാത്ത അവസ്ഥ. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്, ഒരു നിസ്കാരം കഴിഞ്ഞ് അവനവൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനിടയിലൊന്നും അവൻ്റെ സംസാരത്തെ അവൻ കാത്തു സൂക്ഷിക്കുന്നു. ലഘുവായിട്ടുള്ള ഇതുപോലെ ഗീബത്തുകളോ നമീമത്തുകളോ കദിബോ കളവുകളോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ളതോ മ്ലേച്ഛമായിട്ടുള്ള സംസാരങ്ങളൊന്നും സംസാരിക്കാതെ കാത്തു സൂക്ഷിക്കുന്നു. ഈ രണ്ട് രീതിയിലുള്ള ആളുകളും ഇതുപോലെ ഈ ഇല്ലിയീനിൽ രേഖപ്പെടുത്തുന്നതാണ് അവരുടെ പേര് എന്ന് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം. ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം ഏറ്റവും നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്നതും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. وعن جابر بن عبد الله رضي الله عنهما قال قال رسول الله صلى الله عليه وسلم ألا أدلكم على ما يمحو الله به الخطايا ويكفر به الذنوب. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് പാപങ്ങൾ മായ്ച്ചു കളയുന്നതും
തെറ്റുകൾ മായ്ച്ചു കളയുന്നതും പാപങ്ങൾക്ക് പ്രായശ്ചിത്തവുമാകുന്നൊരു കാര്യം അറിയിക്കട്ടെയോ? ഖാലു ബലാ യാ റസൂലല്ലാഹ്. സ്വഹാബികൾ പറഞ്ഞു, അതേ റസൂലേ. ഖാല ഇസ്ബാഗുൽ വുദൂഇ അലൽ മക്രൂഹാത്ത്. ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലും വുദൂ പൂർണ്ണമായി എടുക്കുക എന്നുള്ളത് മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതാണ്. വക്കസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദ്. മസ്ജിദിലേക്ക് ധാരാളമായ കാലടികൾ ഉണ്ടാവുക എന്നുള്ളത്, അതായത് നടന്നു പോകുമ്പോൾ. വൻതിളാറുസ്സലാത്തി ബഅദസ്സലാഹ് ഫദാലികും റിബാത്ത്. ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. അത് റിബാത്താണ് എന്ന്. റിബാത്ത് എന്ന് പൊതുവെ പറയുക മുസ്ലിമീങ്ങൾക്ക് ശത്രുക്കളിൽ നിന്ന് കാവലായി നിൽക്കുന്നതിനാണ് റിബാത്ത് എന്ന് പറയുക. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരം വരെ മസ്ജിദിൽ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവൻ പിശാചിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള തിന്മകളെയും എല്ലാം ബാധിക്കാതെ അതിലേക്കൊന്നും വീഴാതെ കാത്തു സംരക്ഷിക്കുന്നത് കൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അത് റിബാത്ത് എന്ന് പറയുന്നത്. ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരം പ്രതീക്ഷിക്കൽ അതുപോലെ ശ്രേഷ്ഠതയുള്ള മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. وعن علي بن أبي طالب رضي الله عنه أن رسول الله صلى الله عليه وسلم قال إسباغ الوضوء في المكاره وإعمال الأقدام إلى المساجد وانتظار الصلاة بعد الصلاة يغسل الخطايا غسلا. നേരത്തെ പറഞ്ഞ അതേ ഹദീസിൻ്റെ ആശയമാണ്. അതിൽ ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ച് മസ്ജിദിൽ ഇരിക്കുക എന്നുള്ളത് പാപങ്ങൾ കഴുകിക്കളയുന്ന ഒരു കാര്യമാണ്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال منتظر الصلاة بعد الصلاة. ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം കാത്തിരിക്കുന്നവൻ കഫാരിസിൻ ഇഷ്തദ്ദ ബിഹി ഫറസുഹു ഫീ സബീലില്ലാഹി അലാ കശ്ഹിഹി. ഒരു കുതിരപ്പുറത്ത് ഒരു പോരാളി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നത് പോലെയാണ്. വഹുവ ഫി റിബാത്തിൽ അക്ബർ. അവൻ വലിയ ഒരു റിബാത്തിലാണ്, അഥവാ യുദ്ധത്തിൽ കാവൽ നിൽക്കുന്നത് പോലെ ഒരു അവസ്ഥയിലാണ് ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ച് മസ്ജിദിൽ ഇരിക്കുക എന്നുള്ളത്. കാരണം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ശരിക്ക് ഇപ്പോൾ മഗ്രിബ് ഇശാന് തന്നെ എളുപ്പമായിട്ട് പോലും എത്ര ആളുകൾ അങ്ങനെ ചെയ്യാം? എത്ര ആളുകൾ അതിനൊരു പ്രാധാന്യം കൊടുക്കും, ഗൗരവത്തിൽ കാണും? കാരണം പല തിരക്കുകളും ഉണ്ടാവും. പക്ഷെ അതെല്ലാം ഒന്ന് ക്രമീകരിച്ച് ഈ രീതിയിൽ കാത്തു നിൽക്കുക എന്നുള്ളത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും ശ്രേഷ്ഠത ഇതിനെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഹദീസ് നമ്മൾ മുമ്പ് രണ്ട് മൂന്ന് തവണ ഹദീസ് വായിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സ്വപ്നം കണ്ട് ആകാശലോകത്തെ എന്താണ് ചർച്ച എന്ന് ചോദിക്കുന്നത്. ആ ഹദീസിന്റെ ഭാഗത്തിൽ വൻതിളാറുസ്സലാത്തി ബഅദസ്സലാ, ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിക്കുക എന്നുള്ളത് കഫാറാത്തുകളിൽ പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിനുള്ള കാരണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദീസിന് മുഴുവനും വായിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി ഹദീസുകളുണ്ട് ഈ ഫസ്ലിൽ. ബറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.